പഴയതുപോലെയൊന്നും അല്ല. എന്നെ 1-ാം ക്ലാസ്സിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛൻ സ്കൂളിൽ വന്നത്. പിന്നെ സ്കൂളിൽ വന്നത് പ്രീ ഡിഗ്രിക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്, കോളേജിൽ. അന്ന് പ്രീ ഡിഗ്രിയാണ്. അല്ലാതെ ഞാൻ പഠിച്ച 10 കൊല്ലം സ്കൂളിലും 12 കൊല്ലം കോളേജിൽ പഠിച്ചതിൻ്റെ ഇടയിൽ ഒരിക്കലും എൻ്റെ വീട്ടിൽ നിന്ന് ആരും എന്നെ അന്വേഷിച്ച് വന്നിട്ടില്ല. രണ്ടൊന്ന് കുഴപ്പമൊക്കെ കാണിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ആളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞെങ്കിലും ഞാനതങ്ങ് കൈകാര്യം ചെയ്തു. ഇപ്പം അതാണോ സംസ്ഥാനത്തെ സ്കൂളുകളിലേക്കുള്ള പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ഈ വിദ്യാലയത്തിൻ്റെ മുറ്റത്ത് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവൻ ഗ്രഹാതുരത്വം നിറഞ്ഞ എൻ്റെ കുട്ടിക്കാലമായിരുന്നു. എൻ്റെ മനസ്സിൽ മുഴുവൻ ഇവിടെ ഇരിക്കുമ്പോൾ എന്തൊരു സന്തോഷകരമായ ദിവസമാണിത്. പക്ഷെ എനിക്കൊരു സങ്കടമുണ്ട് ഇന്നത്തെ ദിവസം. കാരണം മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് സങ്കടം. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ സ്കൂൾ തുറക്കുന്ന ദിവസം ഉറപ്പായി മഴ പെയ്യുമായിരുന്നു. നിങ്ങൾ ഭൂരിഭാഗം പേര് സ്കൂൾ ബസ്സിലൊക്കെയാണ് വരുന്നത്. ഞങ്ങളെല്ലാവരും അന്ന് നടന്നാണ് സ്കൂളിലേക്ക് പോയിരുന്നത്. വെള്ളം തട്ടിത്തെറിപ്പിച്ച്, കുറേ മഴ കൊണ്ട്, കുടയുണ്ടെങ്കിലും കുട മാറ്റിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് വളർന്നൊരു വരവുണ്ട്. മഴയില്ലാത്തതിൻ്റെ ഒരു വിഷമം എനിക്ക് തോന്നുന്നു. ഈ പ്രാവശ്യം പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ആയതുകൊണ്ട് ഒരാഴ്ച കൂടി വൈകും എന്നാണ് പറയുന്നത് മൺസൂൺ വരാൻ വേണ്ടി. മൺസൂൺ വന്നാൽ പിന്നെ മഴയാണ്, പിന്നെ 2 മാസത്തേക്ക് വലിയ മഴയാണ്. അത് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാം കുഞ്ഞുനാളിലെ കരുതിയിരുന്നത്. നമുക്കറിയാം, നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളുമാണ് നിങ്ങളെക്കുറിച്ചുള്ളത്. ഇപ്പം പഴയതുപോലെയൊന്നും അല്ല. എന്നെ 1-ാം ക്ലാസ്സിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛൻ സ്കൂളിൽ വന്നത്. പിന്നെ സ്കൂളിൽ വന്നത് പ്രീ ഡിഗ്രിക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്, കോളേജിൽ. അന്ന് പ്രീ ഡിഗ്രിയാണ്. അല്ലാതെ ഞാൻ പഠിച്ച 10 കൊല്ലം സ്കൂളിലും 12 കൊല്ലം കോളേജിൽ പഠിച്ചതിൻ്റെ ഇടയിൽ ഒരിക്കലും എൻ്റെ വീട്ടിൽ നിന്ന് ആരും എന്നെ അന്വേഷിച്ച് വന്നിട്ടില്ല. രണ്ടൊന്ന് കുഴപ്പമൊക്കെ കാണിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ആളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞെങ്കിലും ഞാനതങ്ങ് കൈകാര്യം ചെയ്തു. ഇപ്പം അതാണോ? ഇപ്പം മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാർ, കുട്ടികളുടെ കാര്യത്തിൽ എന്തൊരു ശ്രദ്ധയാണ്. കിൻഡർ ഗാർഡനിൽ തന്നെ കുട്ടികളെ ചേർക്കുമ്പോൾ അവർ രാവിലെ തയ്യാറായി കുട്ടികളെ അണിയിച്ചൊരുക്കി, അല്ലേ, സ്കൂൾ ബസ്സിൻ്റെ അവിടെ കൊണ്ടുപോയി അല്ലെങ്കിൽ KG ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർക്കുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് കേരളത്തിലെ അമ്മമാരാണ് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങളോടുള്ള ശ്രദ്ധ, അവരുടെ പഠനകാര്യത്തിലുള്ള ശ്രദ്ധ. ഇപ്പോൾ PTA യോഗം വിളിച്ചാൽ ഒരു 80% സ്ത്രീകളായിരിക്കും. വളരെ കുറച്ച് പുരുഷന്മാരേ വരുള്ളൂ. പിതാക്കന്മാർ വളരെ കുറച്ചാണ്. അമ്മമാരാണ് PTA യോഗത്തിൽ വരെ പങ്കെടുക്കുന്നത്. കുട്ടികളുടെ പഠനകാര്യത്തിൽ അവരാണ് ഏറ്റവും ശ്രദ്ധയുള്ളത്. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത്, അധ്യാപകരും കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം, നല്ല സൗഹൃദം ഉണ്ടാക്കണം. കുട്ടികൾ അവരുടെ ചെറിയ പ്രായത്തിൽ ഒരുപാട് കഴിവുകൾ അവരുടെ പുറത്തു വരും അറിയാതെ. ചിലപ്പോൾ വീട്ടിൽ വെച്ചായിരിക്കാം, ചിലപ്പോൾ സ്കൂളിൽ വെച്ചായിരിക്കാം. അങ്ങനെ കണ്ടാൽ അധ്യാപകരും രക്ഷകർത്താക്കളും തമ്മിൽ അത് പരസ്പരം പങ്കുവയ്ക്കണം. ഞാൻ പണ്ട് ഒരു ചരിത്രകാരൻ, കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ചരിത്രകാരൻ MGS നാരായണൻ എഴുതിയ ഒരു ലേഖനം വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ലണ്ടനിൽ ഒരു സർവകലാശാലയിലെ വിസിറ്റിംഗ് പ്രൊഫസറായി പോകുന്നു. 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ ആണെന്ന് തോന്നുന്നു മകനെ കൊണ്ടുപോയി ചേർക്കുന്നു സ്കൂളിൽ. ഒരു ദിവസം രാവിലെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ വിളിക്കുകയാണ്, ഏറ്റവും അടുത്ത ദിവസം വന്ന് പാരൻ്റായ നിങ്ങൾ സ്കൂളിൽ വരണമെന്ന്. അപ്പോൾ ഇവിടെ വീട്ടിലെ ആളെ വിളിപ്പിച്ച എന്താ നമ്മൾ കരുതുക, എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടെന്നാണ് ബാധ കരുതുക. അപ്പോൾ അദ്ദേഹം ഭയന്ന് പിറ്റേ ദിവസം തന്നെ രാവിലെ സമയം അറിയിച്ച് അവിടെ ചെന്നപ്പോൾ പ്രിൻസിപ്പലിൻ്റെ മുറിയിലിരിക്കുന്നത് പ്രിൻസിപ്പൽ, ക്ലാസ് ടീച്ചർ, ഗഡോളം മാത്തമാറ്റിക്സിൻ്റെ ടീച്ചർ. അപ്പോൾ പ്രിൻസിപ്പൽ ക്ലാസ് ടീച്ചറോട് പറയാൻ പറഞ്ഞു, ക്ലാസ് ടീച്ചർ പറഞ്ഞു മാത്തമാറ്റിക്സ് ടീച്ചറോട് പറയാൻ പറഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിൽ പ്രോബ്ലംസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, കണക്ക് ചെയ്യാനുള്ളത്, മാത്സ് ടീച്ചർ. അപ്പോൾ എല്ലാ കുട്ടികളും ഒരു നിശ്ചിത സമയം എടുക്കും ഇത് കൂട്ടി, അല്ലേ, ഡെറിവേഷൻ ഒക്കെ കഴിഞ്ഞ്
ഇതെല്ലാം കൂട്ടി ഉത്തരം കണ്ടെത്താൻ കുറേ സമയമെടുക്കും. പക്ഷെ ഈ കുട്ടി MGSൻ്റെ കുട്ടി ഏറ്റവും വേഗത്തിൽ ഈ കണക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കുകയാണ് എല്ലാ ദിവസവും. അപ്പോൾ ഈ കുട്ടിക്ക് അത്ഭുതകരമായ കഴിവുകളുണ്ട് എന്ന് കരുതി മാത്തമാറ്റിക്സ് ടീച്ചർ ക്ലാസ് ടീച്ചർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു, ക്ലാസ് ടീച്ചർ പ്രിൻസിപ്പലിന് റിപ്പോർട്ട് ചെയ്യുന്നു, പ്രിൻസിപ്പൽ ഉടനെ പിതാവിനെ വിളിച്ചു വരുത്തുന്നു. സംഭവം അന്വേഷിച്ചപ്പോൾ എന്താ സംഭവം എന്നറിയോ? അവൻ ഇവിടെ പഠിച്ചിട്ടാണ് പോയത്. ഇവിടെ നമ്മുടെ ടേബിൾ പഠിച്ചിട്ടാണ് പോയത്. പെരുക്കപ്പെട്ടിയ അറിയാമല്ലോ, മാത്സിൽ നേരത്തെ പഠിപ്പിക്കും ഇവിടെ. പക്ഷെ അവിടെ പഠിപ്പിക്കുന്നത് ഹൈസ്കൂൾ ക്ലാസ്സിലെത്തുമ്പോഴാണ് ടേബിൾ പഠിപ്പിക്കുന്നത്. ഇപ്പം ടേബിൾ പഠിച്ചതുകൊണ്ട് മറ്റുള്ള കുട്ടികളെക്കാൾ വേഗത്തിൽ ഈ കുട്ടിക്ക് അത് ചെയ്തു തീർക്കാൻ കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ള കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായി ഒരു കുട്ടി പ്രത്യേകമായ കഴിവുകൾ കാണിച്ചപ്പോൾ അത് ആ ടീച്ചറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതാണ്.